സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരൻ ആൻഡ് ടീം. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും ഞാനും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന ജാലിയൻ കണാരൻ എന്ന കഥാപാത്രം നിരവധി ചാനൽ പ്രോഗ്രാമുകളിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും എല്ലാം തന്നെ കേരളക്കരയിലുള്ള ഹാസ്യ ആസ്വാദകർ ഏറ്റെടുത്ത ഒരു കോമഡി സ്കിറ്റ് തന്നെയാണ്. തികച്ചും ലൈവായി കണാരേട്ടൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഈ സ്കിറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണം ഭഗവാനെ. ഉണ്ടാക്കി വെച്ച അപ്പവും പുട്ടും ഒക്കെ തീർത്തരണം കൃഷ്ണ, പൈസക്കാരനാക്കി തരണം കൃഷ്ണ. രാവിലത്തെ കച്ചവടമാണ്, ആരും വന്ന് കടം പറഞ്ഞു പോകരുത്. നല്ലൊരു കച്ചവടം ഉണ്ടാക്കി തരണം കൃഷ്ണ, നല്ലൊരു കച്ചവടം ഉണ്ടാക്കണം കൃഷ്ണ. ആരും വന്ന് കടം പറയരുത് കൃഷ്ണ, രക്ഷിക്കണം ഭഗവാനെ. ശിവാന്ത ഒരു ചായ. കണാരൻ, നാട്ടുകാരുടെ ജാലിയൻ കണാരൻ. ഇദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ താനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നാണ് കണാരന്റെ ഭാഷ്യം. ഓ എൻ്റെ കൃഷ്ണ, പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ കുരിശാണല്ലോ വന്നത്. എന്തിട്ടാ ശിവാന്ത കൃഷ്ണന്റെ കയ്യിൽ കുരിശ? ഓടക്കോയലല്ലേ? അതെ, രണ്ടോടക്കോയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുരിശായല്ലോ. അല്ല, നിങ്ങൾക്ക് ദാക്ഷായനെടുത്ത് ചായ ഒന്നും ഉണ്ടാക്കി തരലില്ലേ? എടോ എന്റെ പീടിയിൽ നിന്നൊരു ചായ കുടിക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാ. എന്റെ പീടിയിൽ വന്ന് ചായയും കുടിച്ച് കടം പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് നല്ല സുഖ, എനിക്ക് വലിയൊരു സുഖമില്ല. എന്തിട്ടാ ശിവാന്ത ഉള്ളപ്പം തരൂലേ? എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നൂടെ? അതിന് വേണ്ടേ? അതിന് വേണ്ടേ? പത്രം വായിക്കാണ്ട, വിവരമില്ലാണ്ടായി പോണ്ട, വായിച്ചൂട്. ശിവാന്ത നോക്കി, എന്താണെന്ന്? മലപ്പുറത്ത് 16കാരൻ 60കാരിയെ പീഡിപ്പിച്ചു. അതാണ് ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ് എന്ന് കേട്ടില്ല, അങ്ങനെ കണ്ടാ മതി. അല്ല, എന്റെ ഭാര്യ ശാന്ത വീട്ടിൽ ഒറ്റയ്ക്കല്ലല്ലോ. ആ ചോരത്തിളപ്പുള്ള ചെക്കനവിടെ തിരിഞ്ഞടിക്കണ്ടോ? ഒന്ന് പോയി നോക്ക്. നിങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് എന്റെ വായിന്നൊന്നും പറയിപ്പിക്കണ്ട. ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തേ? നിങ്ങൾ ആ നുണ പറച്ചിൽ കുറച്ച് കൂടുന്നുണ്ട്. ആന്തിത്തടങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു വർത്താനോ? ഏടോ ഈയൊക്കെ ജനിക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോ അത് വിടലാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കല്ലേ വേണ്ട, പറഞ്ഞേക്കാം. അല്ല, ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ജാലിയൻ കണാരെന്നുള്ള പേര് വന്നത്? അങ്ങനെ ചോദിക്കും ശിവാന്ത് അവിടെ കുത്തിരിക്കും. പറഞ്ഞോ? ജാലിയൻ കണാരനല്ല ശരിക്കും, ജാലിയൻ വാലാബാഗ് കണാരൻ. അങ്ങനെയാ. ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3 മതിലാ. ഈ മതിലിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് കയറ്റിയ ബ്രിട്ടീഷുകാർ. ഞാനൊക്കെ മുന്നിൽ ഓടി കയറിയിട്ടുണ്ട്. നിങ്ങൾ എന്താ തിന്നാൻ കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ടാവും. എടാ ഞാൻ അത് വിളിച്ചു കൊടുക്കുക. എന്ത് മുദ്രാവാക്യം? അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് ഓടി കയറലും ഇവരെ അങ്ങോട്ട് വെടിക്കാൻ തുടങ്ങി. എനിക്ക് വെടിക്കാനല്ല അറിയുള്ളൂ, നമ്മളത് കൊള്ളുക ഇമ്പത് കൊള്ളാൻ ഇതന്നെ എമ്പൊക്കെ അറിയുള്ളൂ. അങ്ങനെ എന്റെ മുന്നിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ മരിച്ചു വീഴുണ്ട്. എനിക്കന്ന് വെടിയുള്ളൂല, ഞാനൊന്ന് മെലിഞ്ഞിട്ടാ, ഞാൻ ഒഴിഞ്ഞിങ്ങനെ മാറിയ. അങ്ങനെ ഇപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശിവാന്ത എന്റെ മുന്നിൽ എന്റെ കിടക്കുന്ന ഒരു പച്ചമുളകോ കരിവേപ്പില ഞാൻ കടും കൂട്ടി വറവിട്ട കൂട്ടാൽ ഈ ജാലിയൻ വാലാഗ് കടുക് പൊട്ടിക്കാൻ പറഞ്ഞു. ശിവാന്ത ഒരു പച്ചമുള. ഈ മുളം കണ്ട് കണ്ടപ്പോൾ എനിക്ക് എന്റെ പഴയ കാലം കണ്ട് ഓർമ്മ വന്ന്. തേങ്ങവില്ല? എടോ തേങ്ങവില്ല എന്റെ അച്ഛന്. ഇത് കളരിപ്പയറ്റ്. നിങ്ങൾക്ക് കളരിപ്പയറ്റും അറിയാം? അമ്പോ കണാര കളരിച്ചെങ്കിൽ ഞാനാ കുരുക്കള്. ഈ മുളം കണ്ട് കണ്ടപ്പോൾ ഇപ്പോഴത്തെ മക്കളൊക്കെ പറഞ്ഞപ്പോ എന്റെ മത്സരം കണ്ട് പൊട്ടി. കടുകല്ല ലഡു ഇതാണ് പൊട്ടി. ഈ മുളം കണ്ട് എടുത്തിട്ട് ഓടി വന്ന് കുത്തി ഒരൊറ്റ ചാട്ട ഞാൻ മതിലിന്റെ അപ്പുറത്തേക്ക് രക്ഷപ്പെട്ട്. അപ്പം തന്നെ എനിക്ക് പേരും വീണ് ജാലിയൻ വാലാബാഗ് കണാരൻ, ജാലിയൻ വാലാബാഗ് കണാരൻ. പിന്നെ അത് ലോപിച്ചിട്ടാണ് ജാലിയൻ കണാരനായിട്ട് മാറിയത്. അന്നൊരു ഉച്ചയാകുമ്പോ മറ്റേ പ്രഭു ഉണ്ടല്ലോ, പ്രഭുദേവയോ? എടോ നമ്മളെ ഡൽഹൌസി പ്രഭു. ഈ പ്രഭുവിന്റെ പട്ടാളം വന്നിട്ട് അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊള്ളാല പരിപാടിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും മൂപ്പരെ എവിടേക്ക്? ഈ പ്രഭുവിന്റെ വലിയ ഇല്ലുണ്ടാവില്ല, ഡൽഹൌസി പ്രഭു നമ്പൂരിയാണല്ലോ ഇല്ലത്താണല്ലോ. എടോ വലിയ വീട്. അങ്ങനെ പറയും. ആത്തോലുണ്ട് മുന്നിൽ കുത്തിരിക്കുന്നു. ആര്? എടോ ആത്തോലി ഭാര്യ. അയാളെ ഭാര്യ മുന്നിൽ കുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ആട് കയറി ചെല്ലുമ്പോ മുറ്റത്ത് എന്താണ് കാണുന്നത്? മുറ്റത്ത് അതൊക്കെ ഇടക്കിനാ ഒരു പച്ചമുള. എല്ലാ സ്ഥലത്തും പച്ചമുള തന്നെയാ. എടാ എന്തിനാന്നുള്ള കേക്ക് ഇയാളെ മോന് ഈ ചാട്ടം പഠിപ്പിച്ചു കൊടുക്കുക. ഏത് നേരത്തെ നിങ്ങൾ ചാടിയത്? ഇത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാരും അറിഞ്ഞുപോയി. അങ്ങനെ ഞാൻ ഈ ചെക്കനെ അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇയാളെ ഭാര്യ ചോദിക്കുക വാട്ട് ഈസ് ദിസ്? അപ്പൊ ഇയാള് പറയാ ദിസ് ഈസ് കണാരൻ ചാട്ടം. ഞാൻ പറഞ്ഞ അങ്ങനെ എന്റെ പേരൊരു കളി വേണ്ട, നിങ്ങൾ എന്താ പേരിട്ടോളിന്ന്. അങ്ങനെ ഒളിമ്പിക്സിൽ എന്തോ ഒരു പേര് ഓടി വന്ന് വടിയും കുത്തി ചാടുന്നതാണ് പോൾ വാൾട്ട്. അങ്ങനെ അതിന്റെ പേര്. അയ്യോ ഞാനൊന്ന് സമ്മതിക്കാണ് ഇപ്പൊ കണാരൻ ചാട്ടം എന്നാ അതിന് പറയാ. ഇത് കണ്ടങ്ങള് വടകരയില് ഭർത്താവ് മരിച്ച സങ്കടം സഹിക്കവയ്യാണ്ട് ഒരു പെണ്ണുങ്ങൾ തീയിൽ ചാടി മരിച്ചു. ഇതിപ്പോ നമ്മളെ പഴയ സതി സമ്പ്രദായം പോലെ ഉണ്ട് അല്ലേ? അതുപോലെ. അല്ല ഞാൻ ചോദിക്കട്ടെ,
ഈ സതി നിർത്തിയതിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? അല്ല, അതിപ്പോ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണല്ലോ. അതിപ്പോ സതി നിർത്തിയിട്ടുണ്ട്, വനജ നിർത്തിയിട്ടുണ്ട്, ഉഷ നിർത്തിയിട്ടുണ്ട്, രണ്ടെണ്ണായപ്പിന്റെ ദാശാനി നിർത്തിയിട്ടുണ്ട്. ആ ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട്, നാം രണ്ട് നമുക്ക് രണ്ട്. അതിൽ ഇമ്പൾ ഇടപെടണ്ട. നിങ്ങൾ ഇടപെടണ്ട. പക്ഷെ നിങ്ങൾ ഇടപെടേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ മോനുണ്ടല്ലോ സുരേഷ്, ഓൻ ഇടക്കിടക്ക് PSC പരീക്ഷ എഴുതുന്നൊരു സൂക്കേടുണ്ട്. അതിലെന്തോ ഒരു ചോദ്യം വരലുണ്ട്. ചോദ്യം? ഒരു ചെടിയാ. ചെടിയോ? ആ, കള്ളിമുൾ ചെടിയാ? കള്ളിമുൾ ചെടിയല്ലാന്ന് വാഗൻ ട്രാജഡി അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടോ? അത് ചെടിയും പൂവും കായൊന്നല്ല, അത് സ്വാതന്ത്ര്യ സമരത്തിന് സമരത്തിലുള്ള ഒരു സംഭവമാണ്. വാഗൻ ട്രാജഡി. ഈ വാഗൻ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീവണ്ടിന്റെ ഒരു ഒറ്റ ബോഗ്യ. ഒരൊറ്റ ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓന് പറഞ്ഞു കൊടുത്തു, ഓൻ പരീക്ഷ പാസ്സാ, ഓന് പണി കിട്ടും. തീവണ്ടിന്റെ ഒരു ഒറ്റ ബോഗ്യ. ഈ ബോഗിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇന്ത്യക്കാരെ വരിക്ക് നിർത്തിയിട്ട് ബ്രിട്ടീഷുകാര് ഒലക്കേനെ കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ നിറക്കിയ വരിക്ക് നിർത്തിയിട്ട് ഇവരെന്തും ചെയ്യാൻ ഭയങ്കര വൃത്തിയില്ല. വരിക്ക് നിർത്തിയില്ല ചെയ്യുന്നത്. ഞാൻ ഈ വാതിലിന്റെ അടുത്ത് എത്തലും വാതിലങ്ങോട്ട് പൊട്ടിക്കാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞ് ഇനി കയറാൻ പറ്റില്ല, പൊയ്ക്കോളിന്ന്. പിന്നെ ഞാൻ അവിടുത്തെ ടാക്സി വിളിച്ച് പോയിക്കുക. എവിടേക്ക്? പരിപാടി സ്ഥലത്തേക്ക്. എന്ത് പരിപാടി? ഗാനമേള. ആരത്? റിമി ടോമിന്റെ. അന്നത്തെ കാലത്ത് എവിടെ നിന്നാണ് റിമി ടോമിന്റെ ഗാനമേള? ഓള് ജനിച്ചിട്ടുണ്ടോ? എടാ, യുദ്ധത്തിൽ പങ്കെടുക്കാനടോ. ആര്? ഞാൻ. നിങ്ങള്? ആ, യുദ്ധത്തിലോ? അമ്പോ 1921 മാപ്പിള കളകളയാ? ഈ നമ്മളെ നിയമസഭയിലൊക്കെ ഉണ്ടാവില്ല, ലഹള, മാപ്പിള ലഹള. അതന്നെ. അങ്ങനെ പറ. അത് മുതൽ എല്ലാ യുദ്ധത്തിലും ഞാൻ കഷായത്തിൽ ചുക്ക. അത്ര ഉണങ്ങിപ്പോയി നിങ്ങൾ. ചേട്ടാ, ചുക്കില്ലാത്ത കഷായം ഉണ്ടോ? എന്നിട്ട് ചില കഷായൊക്കെ ഉണ്ട്. അല്ലെ, ഞങ്ങളാരും യുദ്ധത്തിലൊന്നും പങ്കെടുത്തില്ലല്ലോ. ഇതിന്റെ ഒരു രീതി എങ്ങനെയാ? ആ യുദ്ധത്തിന്റെ രീതി എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഒരു 6-6:15 പല്ലി വെച്ചിട്ടാണ്ട് ഇറങ്ങുക. പല്ലി വെക്കണോ? അല്ലേ, എന്റെ മാതിരി പല്ലി വെക്കേണ്ട. പല്ലി വെച്ചിട്ട് ഇറങ്ങുക. ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്ത് ഇമ്പളും. അതങ്ങനെയാണല്ലോ. ഓല് വെടിയൊക്കെ നമ്മള് ബോംബിടുക, ഓല് വെടിയൊക്കെ നമ്മള് ബോംബിടുക, ഓല് വെടിയൊക്കെ നമ്മള് ബോംബിടുക. അല്ല, ഇന്റർവെൽ ഉണ്ടാവൂലേ? ഏട്ടാ, ഇന്റർവെൽ എന്തിനാണ്ടോ? മൂത്രമൊഴിക്കണ്ടേ? മൂത്രമൊഴിക്കാനല്ലേ? ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ഒഴിച്ചു. അതല്ല ഞാൻ ചോദിച്ചത്, ഇതിനൊരു അവസാനം ഉണ്ടാവൂലേ? അവസാനം ഞാൻ മോന്തിയാരോ സന്ധ്യക്ക്. അപ്പൊ പിന്നെ കണ്ണ് കാണൂല്ലോ. അതിപ്പോ മുമ്പ് കാണലും കാണില്ല, ബ്രിട്ടീഷുകാർ കാണാനും കാണൂല. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാളങ്ങോട്ട് വിളിച്ചു ചോദിക്കുക, മുമ്പളെ തിലകനാ ചോദിക്കുക. മരിച്ചുപോയ നടനോ? എടാ, മുമ്പളെ ബാലഗംഗാര തിലകൻ. അങ്ങനെ ചോദിക്കാൻ ഇവിടുന്നാട്ട് ചോദിക്കുക. അല്ല, ഇന്നത്തെ പാട് നിർത്തിയല്ലേന്ന്. അപ്പൊ ഒരാൾ ഇവിടുന്ന് ഇംഗ്ലീഷിൽ എന്താണ് ഇവര് നിർത്താന്ന് ഇംഗ്ലീഷ് പറയാം. ഇവര് ഇംഗ്ലീഷ് ഭയങ്കര സ്പീഡാണല്ലോ, നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇവര് നിർത്തിയിട്ട് തിരിച്ചു പോകുമ്പോ ഞാനൊരു 4-5 ബോംബ് എടുത്ത ഒരൊറ്റ ഏറാ ഒളിപ്പോര്. അപ്പൊ വല്ലഭായിന്റെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് ഉസാറായിണ്ട്. വല്ലഭായി മലപ്പുറം ജില്ലയിലാണല്ലോ ജനിച്ചത്, ഉസാറായിക്കണെന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലാതെ ആ ചായ കുടിച്ചതിന്റെ പൈസ ഇങ്ങോട്ട് തന്നിട്ട് പോവാൻ നോക്കുങ്ങൾ. വെറുതെ മനുഷ്യനെ ചായന്റെ പൈസ. ഇത് പോവില്ല, അത് കള്ളനോട്ടാ. ആരാണ്ട് പറഞ്ഞോ പോവില്ലാന്ന്? ഇത് കള്ളനോട്ടാണ്. കള്ളന്റെ അടുത്ത് ഇപ്പൊ കള്ളനോട്ട് രാവിലെ തന്നെ എന്നെ കൊണ്ട് മുഖം കറുപ്പിച്ച് വർത്താനം പറയരുത്. ഇത് പോവില്ല, കാണാറട്ടെ. ഇത് പോവും, ഞാൻ കാണിച്ചു തരാം. പോവില്ല മനുഷ്യ. നോക്കിയാ പോണേ, അതാ പോണ. പൈസ കിട്ടൂട്ടാ. ഈ നോട്ടിന്റെ കഥ എനിക്ക്. ഈ നോട്ടിന്റെ കഥ എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കാരൊക്കെ കൂടി നോട്ടടിക്കാൻ തീരുമാനിച്ചു. നോട്ടടിക്കാൻ തീരുമാനിച്ചപ്പോ എന്റെ അടുത്ത് വന്ന് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തേന്ന്. ഇന്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു എന്തിനാന്ന്. നോട്ടിന്റെ അകത്ത് വെച്ചടിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനമോ പ്രശ്നം താല്പര്യമില്ല, നിങ്ങൾ ആരാച്ചാ വെച്ചടിച്ചോളി. ഞാൻ പറഞ്ഞു മനുഷ്യനെ വെച്ചടിച്ചോളെ. അങ്ങനെ അവരൊരു തൃപ്തി ഇല്ലാണ്ട മനുഷ്യനെ വെച്ചടിച്ച് അവർക്ക് തൃപ്തിയായില്ല. ഇവരെന്താ എന്റെ ഫോട്ടോ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നേ. ഇത് ചെലവാവണ്ടേ? ഇതിങ്ങനെ കെട്ടിക്കിടക്കാണല്ലോ ചെലവാവാതെ. അങ്ങനെ പിന്നെ ഇവരൊരു ഐഡിയ ചെയ്ത്. ഇവർ ചെയ്ത ഐഡിയ എന്ന് പറഞ്ഞാല് ഇതിന്റെ ബാക്കിൽ ഇതൊരു വെള്ളം ഒഴിവ് പിറകുവശത്ത്. ഇതെന്തിനാ അറിയിട്ട്, ഞാൻ ഏതെങ്കിലും കാലത്ത് എന്റെ ഫോട്ടോ കൊടുക്കുകയാണ് ഇവിടെ വെച്ചടിക്കുക. എന്ന് കൊടുക്കുകയാണെന്ന് അടിക്കുക. എന്ത് തള്ളലാണെന്ന് തള്ളണ്. അടുക്കളയിൽ 10 ഗ്ലാസ്സാ പൊട്ടി തെറിച്ചു പോയത്. നല്ല ഗ്ലാസ് നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ പൊട്ടി തെറിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊക്കെ അനുഭവ സമ്പത്തുള്ള ഒരാളാ, എന്നിട്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇവിടെ ഒരു വാർഡ് മെമ്പർ പോലും ആയില്ലല്ലോ. താല്പര്യമില്ല. എന്ത് താല്പര്യമില്ല? സ്ഥാനമോ പ്രശ്നം താല്പര്യമില്ല. അതുകൊണ്ടൊന്നല്ല, നിങ്ങളെ സ്വഭാവം അറിയുന്നതിനെ കൊണ്ട് നിങ്ങളെ ആക്കായിട്ടാ. അല്ലടോ. എന്ത്? എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ നിങ്ങൾ ആരും അറിയാത്തൊരു കഥ ഉണ്ട്. അയ്യപ്പ പറഞ്ഞുതരാം. ഞാൻ പറയും. എടോ, 1947 ആഗസ്റ്റ് 15 ഇത് കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ആഗസ്റ്റ് 14 തലേന്ന്. അന്ന് അവസാനത്തെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങളെല്ലാരും കൂടി ക്ലബ്ബോ, ഞങ്ങൾക്ക് ക്ലബ്ബൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എന്തായാലും നേരം പോക്ക് വേണ്ടേ? അവിടെ ഞാനുണ്ട്, വല്ലഭായി ഉണ്ട്, താന്തിയാത്തോപ്പ് ഉണ്ട്, മോത്തിലാൽ, നെഹ്റു, ഇങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി കളിക്കുക. ലുഡോ ബോർഡ്, പാമ്പും കോണി, കേരം കളിക്കുക. എന്തൊരു എൻജോയ്മെന്റ് വേണ്ട. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ നമ്മളെ സുബു വരുന്നേ. നമ്മളെ സുബു ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങളെന്താ വിളിക്കുക? ഞാൻ സുബുന്ന്. അപ്പൊ മൂപ്പര് നിങ്ങളെ എന്താ വിളിക്കുക? എന്നെ കണയെന്ന്.
വെറും കണിയല്ല കയ്യിലും കാണാന്നല്ലേ ഏതോ വിളിക്കുന്നത്. സ്നേഹം കൂടും ഭക്ഷണം കുറയും. ഇങ്ങനെ കുറയും. അങ്ങനെ കുറയും. അങ്ങനെ സൂപ്പും കണ്ട് വന്നിട്ട് എല്ലാരും കളിയൊക്കെ നിർത്തിക്കോളി. ഇന്ന് രാത്രി ഇത് കിട്ടാൻ പോവാന്ന്. സ്വാതന്ത്ര്യം കിട്ടാൻ പോവാന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി. ഞങ്ങൾ എല്ലാവരും കൂടി ഇടിച്ച് കയ്യൊക്കെ ഞങ്ങൾ അടിച്ച് ഭയങ്കര തയ്പ്പ്. ഞാൻ പറഞ്ഞു രാത്രി പേതാലും കിട്ടാൻ പോകണം. ഞാൻ എന്റെ ഭാര്യ ദാക്ഷാന്റെ അടുത്ത് പോയി വിവരം പറഞ്ഞാൽ എന്റെ വൈഫ്. അങ്ങനെ ഞാൻ ഇതും പറഞ്ഞ് അങ്ങോട്ട് എണീക്കുക. ഇങ്ങോട്ട് എണീക്കുമ്പോ എന്റെ കൈക്ക് ഒരു ഒറ്റ പിടുത്തം. ആര്? നമ്മളെ രവിയടോ. ഏത് മരിച്ചുപോയ രവിയേട്ടനോ? എടാ നമ്മളെ രവീന്ദ്രനാഥ ടാഗോർ. അങ്ങനത്തെ ബന്ധാണല്ലോ. എന്നോട് കണാരായിട്ട് അങ്ങനെ കുത്തിരിക്കും. ഞാൻ എന്തേ രവിയെ ഇന്ന് രാത്രി ഇത് കിട്ടും. സ്വാതന്ത്ര്യം ഇത് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് എമ്പൊക്കെ ഒരു പ്രധാനമന്ത്രി വേണമല്ലോ. ഞങ്ങൾ എല്ലാരും കൂടി ആലോചിച്ചിട്ട് ഇപ്പൊ ആരും കാണില്ല. നിങ്ങൾ തന്നെ അങ്ങോട്ട് ആവണമെന്ന്. മഹാമതേ മാപ്പു നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് പകരം ആ നാഷണൽ ഹൈവേ വെറുതെ ഒന്ന് ക്രോസ് ചെയ്തോട്ടെ. എത്ര നിരപരാധികൾ വണ്ടി ഇടിച്ചിട്ട് മരിക്കുന്നുണ്ട് ഓരോ ദിവസം അല്ലേ? കാലന് പോലും വേണ്ടാത്തൊരു സാധനമായി പോയത്. എടോ ശിവാന്തതൊക്കെ ഉള്ളതാ. എന്ത്? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ആയാ പോലെ. ഞാൻ തെറ്റി ഇറങ്ങി ഇങ്ങോട്ട് പോന്നപ്പോ ബാക്കിന്ന് ആരാ? സുബു. കണാരട്ടാ നിങ്ങളോട് പറയണ്ടോര് പറഞ്ഞോളൂ. ഒരു ഇഷ്ടപ്പെടാത്തൊരു അങ്ങനത്തെ ഒരു കുറച്ച് വർത്താനം ഞാൻ മൈൻഡ് ആക്കിയില്ല. നടന്നു ഇങ്ങോട്ട് പോന്ന് വീട്ടിലെത്തി രാക്ഷാനോട് പറഞ്ഞു ഇന്ന് രാത്രി ഇത് കിട്ടാൻ പോവാ. സ്വാതന്ത്ര്യം കിട്ടാൻ ഒക്കെ വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു ഈ കട്ടൻ ചായ ഉണ്ടാക്കിവിടുന്നത്. അങ്ങനെ ഓള് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അവിലും കുഴച്ചിട്ടുണ്ട്. അവിൽ എന്റെ മാതിരില്ല നന്നാക്കി കുഴക്കുള്ളൂ. അവില് തേങ്ങയും ശർക്കരയും പഴവും ഒക്കെ കൂടി അവില് കുഴച്ച കഥയാ പറയുന്നത്. അവിലിന്റെ ഒരു ഭാഗമുണ്ടോ? അങ്ങനെ ഈ അവില് കുഴച്ചോ കട്ടൻ ചായ കൂടി ഞങ്ങൾ ഇങ്ങനെ കുടിക്കുക. അപ്പണ്ട് ശിവാന്ത ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. ഓട്ടോറിക്ഷയോ? അന്നത്തെ കാലത്തോ? ഇന്നത്തെ മാറി തന്നെ മഞ്ഞും കറുപ്പും. ഞാനും വിചാരിച്ചു അന്നത്തെ കാലത്ത് പേരുന്ന ഓട്ടോറിക്ഷ വരാന്ന്. ഓട്ടോറിക്ഷന്റെ അകത്ത് പാര വരാന്ന്. അപ്പൊ ഓട്ടോറിക്ഷ ആരാണ് ഇറങ്ങുന്നത്? ആരാണ് പറയ്. നെഹ്റു ഇടോ. മഹാമതേ മാപ്പു ശിവാന്ത നെഹ്റു ഉണ്ടല്ലോ റോസാപ്പൂവും പിടിച്ചിട്ട് ഇങ്ങനെ വരും. എന്ത് ജാതി നോണയാ പറയുന്നത്? നെഹ്റു റോസാപ്പൂ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ജുബേന്റെ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കല്ലേ ചെയ്യാ. എടോ ഡോക്ടേഴ്സ് പെട്ടെന്ന് ഇറങ്ങിയപ്പോ വീണു പോയതാ. ഈ ഇടയ്ക്കാ കയറി പിടിക്കുന്നേ. അങ്ങനെ നെഹ്റു റോസാപ്പൂ കൊണ്ട് എന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് ഇങ്ങോട്ട് കയറി. ഞാൻ ചെന്തേന ഓരോ പോന്നേന്ന്. നിങ്ങൾ ഞാൻ തമ്മിലെ ബന്ധം എന്താ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എന്നെ അങ്ങോട്ട് ആവണമെന്ന്. എന്ത്? പ്രധാനമന്ത്രിയുടെ ആവശ്യം. ഞാൻ പറഞ്ഞു ഞാനാവൂല. നിങ്ങൾക്ക് ആയാ പോരെ. അല്ലെ വല്ലഭായിക്ക് ആയിക്കൂടെ? താന്തത്ത് തൊപ്പില്ലേ മൂപ്പർക്ക് ആയാ പോരെ. പിന്നെ കേരള പോലീസ് പോലെ. അന്ന് പോലീസ് ഇല്ലല്ലോ. അങ്ങനെ ആർക്കാച്ച ആയാ പോരെ. ഇന്റെ തലയിലേക്ക് കൊണ്ടുവരും കാര്യം എന്താ? ദാഷായിനെ നെഹ്റു വന്നിട്ട് ഒരു കട്ടൻ ചായ അങ്ങോട്ട് കൊണ്ടുവരും പറഞ്ഞു. ഇവൾ ഈ ചായ ആയിട്ട് വരുമ്പോഴേക്ക് മൂപ്പരെ ഇറങ്ങി അങ്ങോട്ട് പോയിക്കാൻ. ഞാൻ അങ്ങനത്തെ വർത്താനം ഞാൻ അങ്ങനെ പറയില്ല. വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ എന്നിട്ട് ഓട്ടോറിക്ഷന്റെ അടുത്ത് തല പുറത്തേക്കിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഭാവമാറ്റം ഉണ്ടോന്നിരിക്കും. ഞാൻ സ്ട്രോങ് ആയിട്ടാണ് നിന്നാൽ. നിങ്ങൾക്ക് ഇപ്പൊ സ്ട്രോങ് ആയിട്ട് ഒരു ചായ വേണോ? അതില്ല സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ. കിട്ടിയില്ല. അന്ന് പിന്നെ ഞാൻ പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരൊക്കെ കൂടി എന്റെ തലയിലിടും. എന്ത് പദം? എന്ത് പ്രധാനമന്ത്രി പദം? ഇതിങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടുനടക്കുക. പല ഭാഗത്തായിട്ട് ഒളിച്ചിക്കുക. ഞാൻ എങ്ങോട്ടും പോയില്ല. അങ്ങനെ ദാഷായന് ചോറുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ചോറില്ലല്ലോ. പുട്ടും കടലയാ? പുട്ട് കടലല്ല. അപ്പൊ ഞങ്ങൾ എത്ര ആൾക്കാർക്ക് പുട്ട് വേണം? അത് വേണം. അപ്പം ഈ ചെറിയ കുറ്റിയിലൊന്നും പുട്ടുണ്ടാക്കിയാൽ തികയില്ല. അപ്പൊ വലിയ ഇരുമ്പിന്റെ പൈപ്പിലേക്ക് JCB കൊണ്ട് പുട്ടുപൊടി കുഴച്ചിങ്ങനെ കോരിങ്ങനെ ഇടുക. 1947 എവിടുന്നാന്ന് JCB? എന്നാ ഇതിന് പാറ്റൻ ടാങ്ക് എന്നാ പറയാ. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി ഈ പുട്ട് ഇരുമ്പളിക്കാനോട് പുട്ട് ഇങ്ങോട്ട് കുത്തിയിട്ട് കഴിക്കും. അന്ന് ഈ പുട്ടുണ്ടാക്കി ഉപയോഗിച്ച പൈപ്പാണ് ഇപ്പം ജപ്പാൻ കൂടിയുള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവിടെ ചോറും ഉണ്ടാക്കിയിട്ട് അയിലും മുളകിട്ടുണ്ട്. ഇത് നല്ലോണം കുഴച്ച് വാരി മിണിങ്ങി ഒരു 8-8:15 ശിവാന്ത ഞങ്ങൾ എല്ലാം കിടന്നങ്ങോട്ട് ഉറങ്ങി. ഇല്ല ശിവാന്ത ഒരു 9:45 10 ആയി ഉണ്ടാവും. ഒരു തോണ്ടല് ഉണ്ടാവുമല്ലോ. യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ ദാക്ഷായണിയുടെ ഒരു തോണ്ടലൊക്കെ ഉണ്ടാവും. ആ വയസ്സാം കാലത്തിന് ദാക്ഷായണി തോണ്ടിട്ട് അതല്ലടോ. തോണ്ടല് മാത്രല്ല പാമ്പാ. ഞാനും വെച്ച പാമ്പാന്നാ. അപ്പൊ അത് അകത്തൊന്നല്ല പുറത്തുനിന്നാണ്. മുറിന്റെ പുറത്തുനിന്നാണ്. ശരി. കൈകൊണ്ടൊന്നല്ല ഒരു മരക്കഷ്ണം കൊണ്ടൊക്കെയാ തോണ്ടിനെ. അപ്പൊ ഞാൻ ഉറപ്പിച്ചത് പുറത്തുനിന്ന കളിയാണ്. അന്നാണ് ചൂടുകാലാണല്ലോ. ഞങ്ങൾ ജനല് തുറന്നിട്ട് കിടക്കുക. ഏപ്രിൽ 14 സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് അല്ലേ?
ചെക്കനെ ഒന്ന് സാധനം പറഞ്ഞുകൂടാ. ഏതോ ഒരു ചൂടുള്ളൊരു മാസം അങ്ങനെ ഞാൻ എൻ്റെ തലവണൻ്റെ അടിയിൽ വലിയ 8 കട്ടേൻ്റെ ടോർച്ച് ഉണ്ട്. ഈ ടോർച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ജനലിൻ്റെ നേരെ അങ്ങോട്ട് അടിച്ചിട്ട് ആരാണ്ടാ ആരാണ് നോക്കുമ്പോ ആരാണ് 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 പറയ് ചോയ്ക്ക് ആരാണെന്ന്. ഗാന്ധിജിയുടെ മാപ്പു നൽകു മഹാമതേ മാപ്പു ഗാന്ധിജി ഉണ്ടല്ലോ ജനലിന്റെ കമ്പിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഗാന്ധിജി എന്താ സ്പൈഡർമാൻ്റെ കുട്ടി എങ്ങനെ നിൽക്കാൻ ജനലിന്റെ മുകളിൽ ആണോ? ഞാൻ ചോദിച്ചു എന്തേ ഗാന്ധിയെ പോകുന്നതെന്ന്. ആ എന്താണ്ട മനസ്സിലാക്കി എത്ര ആൾക്കാർ വന്ന എൻ്റെ അടുത്ത് അവസാനം ഞാൻ തന്നെ വരണ്ടി വന്നില്ലേന്ന് നിങ്ങളോട് പറയാ 4 ചാട്ടന്റെ അടുത്ത്. ആ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട ഈ എന്നെ അങ്ങോട്ടും ആവണമെന്ന്. എന്ത് പ്രധാനമന്ത്രി അപ്പോൾ ആവശ്യത മൂപ്പരും അതാ പറയുന്നത്. തന്നെ ആഹാ. ഞാൻ പറഞ്ഞു ഞാനാവില്ല ഇങ്ങക്കായാ പോരെ. അല്ലെങ്കിൽ ഇന്ന് അട്ടപ്പാതിക്ക് ഇത് പറയാൻ പറ്റ കാര്യം എന്താ വെറുതെ കഷ്ടിത്തലയിൽ മഞ്ഞോണ്ട് ജലദോഷം പിടിക്കാൻ നിൽക്കേണ്ട പൊയ്ക്കോളിന്ന്. മൂപ്പരിനോട് ഇയ്യെന്നെ ആവണം 3 പ്രാവശ്യം മലയാളത്തിലോ ആ ഗാന്ധിജിയോ? എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ മൂപ്പരോട് എങ്ങനെ പറയൂ? ഞാൻ ഹിന്ദിയില് അങ്ങനെ മൂപ്പർക്ക് മലയാളം അറിയില്ലല്ലോ. ഇതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് തലപ്രാന്നായിട്ട് പിടിച്ചു. ഞാൻ ജനലം കണ്ട് അടച്ചാൽ ഇത്രയും വലിയൊരു നേതാവ് നമ്മളൊക്കെ ആദരിക്കുന്ന ഒരാൾ മുഖത്ത് നോക്കിയിട്ട് ജനലടയ്ക്കാൻ പാടുണ്ടോ? അത് നേതാവ് വെച്ചിട്ട് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ശരി. ആശാനും പറഞ്ഞു നിങ്ങൾ ചെയ്തേ മോശമായി പോയിട്ട്. ഞാൻ പിന്നെ സുഖമായിട്ട് കിടന്ന കേട്ടോ. അല്ല ഇതാണ് ഇപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് പറഞ്ഞോണ്ടിരുന്നത്. അല്ല കഴിഞ്ഞില്ല. നേരം വെളുത്തപ്പോഴല്ലേ കഥ മുഴുവൻ. എന്താ നേരം വെളുത്തപ്പോ മുറ്റത്ത് അതാ കിടക്കിന ആര്? കേസരി. എന്താ കേസരിക്ക് വീടില്ല? ഏടോ കേസരി പത്രം, പണ്ടത്തെ പത്രം. ശരി. ഞാൻ ഈ പത്രം കണ്ട് എടുത്ത് ഇങ്ങോട്ട് നോക്കുക. അപ്പൊ മുന്നിൽ തന്നെയുള്ള പേജിൽ വെണ്ടയ്ക്ക സ്ഥലത്തിൽ എന്താണ് കാണുന്നത്? എന്താണ് എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേ നടക്കുന്ന പത്രത്തിന്റെ പ്രധാനപ്പെട്ട വാർത്ത എന്തായിരിക്കും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എടാ അടിയിലുള്ള വെണ്ടയ്ക്ക് എന്താ നോക്ക്. എന്താണ്? കണാരൻ പിന്മാറി, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി. എന്തെന്ന്? കണാരൻ പിന്മാറി, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി. ഞങ്ങൾ രണ്ടാളും ഓരോ കളർ ഫോട്ടോ. അപ്പം എനിക്ക് മനസ്സിലായില്ല ഞാനും ഗാന്ധിജിയൊക്കെ എത്ര കഷ്ടപ്പെട്ടുള്ളൂ നമുക്കൊക്കെ ഇത് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഈ ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ടുണ്ടല്ലോ ഞങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങി തന്നുകൊണ്ടാ. മനസ്സിലാക്കി എന്നെ ഭയങ്കര കാര്യം. എനിക്ക് പൊറോട്ട ഇറച്ചിയെടുക്കാൻ വരികതാ ഭയങ്കര കാര്യം എന്നോട്. ഇടയ്ക്കൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. ശിവാൻ തനിക്ക് കോഴിയും പൊറോട്ട ആയിക്കോട്ടെ. ചൂടോടെ തന്നെ തരാം. എണീക്ക്. കൊണ്ടോന്നോ? എണീക്ക്. സത്യം പറ, നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പറമ്പത്ത് കണാരെ. നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവായിട്ട് എന്താ ബന്ധം? ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടും കൂടിയില്ല. ജാലിയൻവാലാബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഫോട്ടോ കൂടി കണ്ടില്ല. എന്നോട് പറഞ്ഞ് ഇനി ഈ നാട്ടിൽ ആരോടെങ്കിലും ഉമ്മാരി നുണയും പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നാളത്തെ പത്രത്തിൽ വേറൊരു വാർത്ത വരും. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളെ ചായപ്പീടിയക്കാരൻ തല്ലിക്കൊന്നെന്ന്. അങ്ങനെ ഒരു വാർത്ത വരണോ? പ്രായമുള്ളതിനെ കൊണ്ട് ഞാൻ തല്ലുന്നില്ല. തരാനുള്ള പൈസ തന്നില്ലെങ്കിലും വേണ്ടിയില്ല. പോട്ടെ, ഇപ്പം വിട്ടുപോയിക്കൊള്ളണം. സ്റ്റാൻഡ് വിട്ടുപോ.